ഗൗരിയുടെയും വേണുവിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോഴും ഇതെന്നായിരുന്നു സ്ഥിതി. പെണ്ണുങ്ങൾ ആരും ഇല്ല വീട്ടില്, അച്ഛനും അച്ഛന്റെ ഏട്ടനും മാത്രം. അവിടെ നേരെ മറിച്ചാ, എല്ലാരും പെണ്ണുങ്ങളാ, നന്ദൻ മാത്രമേ ആണായിട്ടുള്ളൂ. അതെന്താ? കുട്ടിയമ്മയുടെയും പരമന്റെയും കാര്യ ഞാൻ പറയണേ. കുട്ടിയമ്മ കഥകളിയില് പെൺവേഷം കിട്ടിയിരുന്ന ആളാ. പരമനില്ലേ, വെള്ളച്ചിന്റെ ഭർത്താവ്, അയാൾക്ക് ഭഗവതിന്റെ വേഷം കിട്ടില്ല പണി. അങ്ങനെ രണ്ടുപേരും പെണ്ണുങ്ങളാ. ഇതേ കൊണ്ട് മുകളിലോട്ടിയല്ലേ. പുതുമണവാട്ടിയെ അറയിലാക്കാൻ ഇവിടെ അമ്മായിയോ ചെറിയമ്മയോ ആരുമില്ല. ഇനി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കേണ്ടത്. ഗൃഹലക്ഷ്മി എന്ന് കേട്ടിട്ടില്ലേ? അതൊരു മാസികയുടെ പേരില്ലേച്ചാ? എന്നെ കൊണ്ട് ആവും പോലെയൊക്കെ മണിയറ അലങ്കരിച്ചിട്ടുണ്ട്. ഇനി ഈ കണ്ടഭാരങ്ങളും കർണഭാരങ്ങളൊക്കെ അയച്ചേക്കണം. പിന്നെ ഒരു സിമ്പിൾ ചെയിൻ, കാതിലൊരു ചെറിയ കമ്മല്. ഒറ്റ കാതിലോ? ഈ ടിവിയിൽ കാണുന്ന പാട്ടുകാരെ പോലെ? അതല്ല, 2 കാതിലും ഓരോ ചെറിയ കമ്മല്, 2 വള, അത്ര മതി. ഈ ഭാരങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്റെ അമ്മ വളരെ സുന്ദരിയാ. അതൊക്കെ പോട്ടെ, വീടൊക്കെ കണ്ടോ? വീടൊക്കെ ഞാൻ കണ്ടു. ചെറിയ വീടാ. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബമെന്നാ. അത് രാഷ്ട്രീയക്കാരുടെ മുദ്രാവാക്യെന്നാ വെള്ളച്ചി പറയണേ. രാഷ്ട്രീയക്കാരുടെ അല്ല, കുടുംബാസൂത്രണക്കാരുടെ. അതിന് നമുക്ക് 7 കുട്ടികളുണ്ടാവുന്നാണല്ലോ കൈനോട്ടക്കാരി പറഞ്ഞത്. അയ്യോ, ഇതിനൊക്കെ ആര് പോറ്റും? ഞാൻ. എനിക്ക് പിന്നെ വേറെന്താ പണി? വേണുട്ടിനെ കുട്ടികളെ നോക്കാന്നല്ലാതെ. പിന്നെ ഇതിനൊക്കെ പൈസ വേണ്ടേ? പൈസ ഇഷ്ടംപോലെ നന്ദന്റെ കയ്യിലുണ്ട്. ആരാ അതിന്റെ മുകളിൽ മുല്ലപ്പൂട്ടിരിക്കണേ? അത് മണിയാറ ഒരുക്കി വെച്ചിരിക്കുന്നല്ലേ. എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? കല്യാണം നേരത്തെ ഒരു ഇത്തിരി സമയത്തേക്ക് ഞാൻ എങ്ങനെ ഈ മുല്ലപ്പൂന്റെ നാറ്റ് സഹിച്ചെന്ന് എനിക്കേ അറിയൂ. ഞാനിത് ആദ്യമായിട്ട് കേൾക്ക. മുല്ലപ്പൂന് നാറ്റോ? അതെ, നാറ്റം തന്നെ. എനിക്ക് തലവേദന എടുക്കും. ഒന്ന് പതുക്കെ പറയും. അച്ഛൻ മെനക്കെട്ട് അലങ്കരിച്ച. മെനക്കെട്ട് അലങ്കരിച്ചിരിക്കണു. നിങ്ങളുടെ അത്ര പേർ ജോലിയൊന്നുമില്ലേ? അയ്യോ, വലിയൊരു പാമ്പ്. മൂർഖനാ, പേടിച്ചു പോയി. നന്ദനും ഗൗരിയത്തിന് വരണ വഴിയാ. എവിടെ പാമ്പ്? തൊടിയില്. ഞാൻ പറഞ്ഞിട്ടില്ലേ തൊടിയിലൊന്നും ഇറങ്ങി നടക്കണ്ടെന്ന്. മത്തൻവള്ളിയില്ലേ മത്തൻ, എത്ര വലുതായി നോക്കാൻ പോയതാ ഞാൻ. അച്ഛനും വേണു ഇവിടെ? വേണുട്ടൻ കോളേജിന് വന്നിട്ടില്ല. അച്ഛന്താ അപ്പുറത്തെ വീട്ടിലേക്ക് പോയതാ. വീട്ടിനകത്തും പേടിപ്പിക്കുന്ന ജീവികളെന്നെന്താ? പൂച്ച, എട്ടുകാലി, ഇന്നാളുണ്ട് അടുക്കളയിൽ ഒരു പോക്കാച്ചി തവള. ദാ ഇത്രയുണ്ട്. അതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ. അമ്മ വലിയ വീട്ടിൽ വളർന്നോണ്ട് തോന്നതാ. കുറച്ചു കഴിഞ്ഞ എല്ലാം ശരിയാവും. എവിടെ ശരിയാവാനാ? ഓരോ ദിവസം പുതിയ പുതിയ പേടികളാ. മനസ്സ് പേടിക്കാ രാവിലെ എണീക്കുമ്പോ മുതല്. നന്ദാ, ഞാൻ നമ്മുടെ അവിടേക്ക് വന്നോട്ടെ? നിനക്ക് എപ്പോ വേണല്ലോ അങ്ങോട്ട് വരാലോ. പക്ഷേ നീ ഇവിടെ അല്ലേ മോളെ നിൽക്കേണ്ടത്. എന്നാലും ഈ ഡേഞ്ചറസ് സർക്കംസ്റ്റൻസസിൽ എങ്ങനെയാ കഴിഞ്ഞുകൂടുക? നീ വേണുനോട് പറയും കുറച്ചു ദിവസം അവിടെ നിൽക്കാൻ. അല്ലെങ്കിൽ കുറച്ചു ദിവസം ആക്കണേ, അവിടെ ധാരാളം സ്ഥലം ഉണ്ടല്ലോ. നന്ദേട്ടൻ തന്നെ വേണുനോട് ചോദിച്ചോളൂ. ഇതാ വരുന്നുണ്ട്. വാ അമ്മ. നിങ്ങളെപ്പോ വന്നു? വന്നോളൂ. ഞങ്ങള് 3-4 ദിവസമായിട്ട് പുറപ്പെടാൻ തുടങ്ങിയിട്ട്. ഇന്ന് നാളെന്ന് പറഞ്ഞാൽ നീണ്ടു. വാ. അങ്ങോട്ട് കാണാത്തോണ്ട് ഇങ്ങോട്ട് അന്വേഷിച്ചിറങ്ങിയതാ. നിങ്ങൾക്ക് കുറച്ച് ദിവസം അവിടെ നിന്ന് താമസിച്ചൂടെ? കോളേജിൽ പോകാനും അവിടെ നല്ല അടുത്ത്. അപ്പൊ ഇവിടെയൊക്കെ ആര് നോക്കും? അമ്മൂനും ഇവിടെ പിടിക്കണ്ടാവില്ല. ഓരോ ദിവസം ഓരോ പേടികളാ. ആദ്യം കുറച്ചു ദിവസത്തിന് പ്രയാസം ഉണ്ടായിരുന്നു. അത് ആർക്കായാലും ഉണ്ടാവില്ലേ. ഇപ്പൊക്കെ ശരിയായി. ഇവിടുത്തെ പോലെ അവിടെയും കരുതാം. അമ്മൂന്റെ ഒരു സേഫ്റ്റിയോടെ ആലോചിക്കുമ്പോ ഇവിടെയും ഷീസ് ക്വൈറ്റ് സേഫ്. ഒന്നുകൂടെ ആലോചിക്കും. നിങ്ങൾ രണ്ടാളും അവിടെ ഒന്ന് താമസിക്കുന്ന എന്റെ അഭിപ്രായം. നന്ദേട്ടന്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ എനിക്ക് എന്റേതായ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. രാവിലെ ഇറങ്ങിയത് അമ്മൂ വേണു. എന്താ ഇത്ര വൈകണോ? കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ അങ്ങനെ തന്നെയാ. ഓരോരുത്തരും അവരവരുടെ വഴി നോക്കി പോകും. അതിന് തന്നെയാണല്ലോ അവരെ കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കണേ. അല്ലെങ്കിൽ ഇത് മാഷയുടെ പിറന്നാളായിട്ട് ഉച്ചയ്ക്ക് അച്ഛൻ്റെ കൂടെ ഊണ് കഴിക്കാനും കൂടി നിൽക്കാണ്ട് പുറത്തു പോവോ? ഈ രാധ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പായസം കിട്ടി. അതവൾ ഓർമ്മിച്ച് കൊണ്ടുവന്നല്ലോ. മക്കളെ കണ്ടും മാമ്പു കൊണ്ടും കൊതിക്കല്ലേന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്. ഏയ്, ഒരു ചൊല്ലിലും കൊതു വന്നിട്ടില്ല. അവർക്ക് ഇന്നല്ലേ ഒരു ഒഴിവുള്ളൂ. ഞാൻ പോണു. അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. വന്നോ? ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ നിങ്ങളുടെ കാര്യം.
എന്തെങ്കിലും കഴിച്ചോ നിങ്ങള്? ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചു. ആ കല്യാണം കഴിഞ്ഞതോടെ വേണു ആളാകെ മാറി. അച്ഛന്റെ പിറന്നാളാണെന്നുള്ള കാര്യം മറന്നു. അതെ, വേണോട്ടൻ എന്നോട് പറഞ്ഞില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ അന്വേഷിച്ചറിയണ്ടേ? ആരെങ്കിലും പറഞ്ഞുതരാതെ ഞാൻ എങ്ങനെ അറിയാ? അറിഞ്ഞിരുന്നു വെച്ചാല് ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുവോ? സാരമില്ല. ഇനി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കാം. 18-ാം തീയതി. തൽക്കാലം അങ്ങനെ സമാധാനിക്കുക. പോയ ബുദ്ധി ആന പിടിച്ചാ വരില്ലല്ലോ. പെണ്ണുങ്ങൾ പിടിച്ചിരിക്കുന്ന ബുദ്ധിയാണെങ്കിൽ പ്രത്യേകിച്ചും. കേറി വരണ പെണ്ണുങ്ങൾ നന്നാവണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ വലിഞ്ഞേറി വന്നൊന്നുമല്ല. അങ്ങനെ അവര് പറഞ്ഞില്ല. അങ്ങനെ തന്നെ അവര് പറഞ്ഞതിപ്പോ. ഇനി ഇത് വഴക്കാവണ്ട. ഗോമതി, നമുക്ക് പോവാം. ഞാൻ എന്ത് പറഞ്ഞാലും വഴക്ക്. ഈ ഇടുപ്പി പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നീ എന്താടി എന്നെ വിളിച്ചത്? എപ്പോഴും വിളിക്കണ എന്നെ ഇടുപ്പി. നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇതിനോട് മിണ്ടായിരിക്കാൻ പറയാം. ആദ്യം കുറെ സംസ്കൃത ശ്ലോകർ വരും. വൈകുന്നേരം ആവുമ്പോ പരദോഷം പറയാം. മോളെ, വാക്ക് കുറച്ച് ഏറി പോകുന്നു. ഓളത്രേ അച്ഛൻ അവരുടെ കൂടെ തന്നെയാ. അവരെന്തെങ്കിലും പറഞ്ഞാലും നിനക്ക് സഹിച്ചൂടെ? മൂത്തോരല്ലേ അവര്? അവരുടെ അഹമ്മദ് ഞാൻ എന്തിനു സഹിക്കണം? നീ ഒന്നും മിണ്ടാതിരിക്കട്ടോ. ഈ ഇടുപ്പി പറയണ നിങ്ങളൊക്കെ കേട്ടോളൂ. എന്നെ കൊണ്ട് വയ്യ. കേട്ടില്ലേ അഹങ്കാരം പറയണത്? ആഹാ, ഞാൻ പറയണ അഹങ്കാരം തോന്നിയാസം. ഇവന്റെയൊക്കെ എന്തും പറയാം. എന്നോടുള്ള അസൂയ നിങ്ങൾക്ക് ഈ വയസ്സുകാലത്ത്. ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നുണ്ടുള്ള അസൂയ. നീ അകത്തേക്ക് പോകുന്നുണ്ടോ? ഈ അസൂയ വെച്ചോണ്ട് നടന്നിട്ടാ നിങ്ങൾ ഒറ്റയ്ക്കായത്. നിങ്ങളുടെ ഭാര്യ വരെ. നന്ദ നന്ദന നന്ദ. ബാർബിറ്റോൺ പതിവായി കഴിക്കാറില്ല. അതൊക്കെ കല്യാണത്തിനിടയിൽ മറന്നിട്ടുണ്ടാവും. എന്നാൽ ഈ ചൊള്ളിതീനുള്ള കുട്ടിയാണല്ലോ. 4 കൊല്ലം തുടർച്ചയായി കഴിച്ചാൽ കംപ്ലീറ്റ് മാറൂന്ന്. ചിലർക്ക് 4 കൊല്ലം, വേറെ ചിലർക്ക് 6 കൊല്ലാവും ഇത്. ഏതായാലും ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. വേണു, സുഖമില്ലാത്ത കുട്ടിയാണ് അമ്മൂന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നു അല്ലേ? എന്നോട് പറഞ്ഞില്ല. ആരോടും പറഞ്ഞിട്ടില്ല. ലോകം മുഴുവൻ അറിയിക്കേണ്ട കാര്യമില്ല ഇത്. എന്നാലും നിന്നെക്കൊണ്ട് സുഖമില്ലാത്ത ഒരു കുട്ടിയെ. ഇതൊരു മഹാരോഗമൊന്നുമല്ല അച്ഛാ, ക്യാൻസറോ പകർച്ചവ്യാധിയെ പോലെ. എന്നല്ല ഞാൻ പറഞ്ഞത്. വേണ്ടാന്ന് വെച്ചാ വേണ്ടാന്ന് വെക്കായിരുന്നു. ഇനി പറ്റില്ലല്ലോ. ഇപ്പോഴല്ല, നേരത്തെയും പറ്റില്ല അച്ഛാ. എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുന്നേ ഇവരുടെ കാര്യം പറഞ്ഞ അച്ഛനെന്നെ നാവ് കെട്ടിട്ടല്ലോ. പെരം നിറഞ്ഞിരിക്കുന്ന പെൺകുട്ടികളുടെ. നീ എന്നെ പരിഹസിക്കുകയാണ്. അല്ല, അത്രയ്ക്ക് കുരുത്തക്കേട് ഞാൻ വാങ്ങിവെക്കില്ല. ഗൗരിയടുത്തിയുടെ ജാതകദോഷത്തെക്കുറിച്ച് ഞാനും ആലോചിച്ചു എന്ന് വെച്ചാൽ മതി. അസുഖമുള്ള കാര്യം അറിഞ്ഞപ്പോഴെങ്കിലും നീ പറഞ്ഞിരുന്നു വെച്ചാൽ. അപ്പോഴേക്കും വൈകി. കഴിഞ്ഞ കാര്യങ്ങള് ഇനി എന്തിനാച്ചാ പറയണേ? ഏടത്തി അനിയനും കൂടി ഈ വയസ്സനെ പറ്റിച്ചില്ലേ? ഇല്ലച്ചാ, കല്യാണം കഴിഞ്ഞിട്ടാണ് അമ്മോന് ഇങ്ങനെ അസുഖം വന്നെന്ന് വെച്ചാ നമ്മൾ ഉപേക്ഷിക്കോ അത് ചികിത്സിക്കോ? ഇതങ്ങനെയല്ലല്ലോ. ആണെന്ന് വിശ്വസിച്ചാ ഈ വിഷമൊക്കെ മാറും. ഒക്കെ ഓരോ വിശ്വാസങ്ങളല്ലേ അച്ഛാ. വേണുട്ടിനവിടെ ഡോക്ടറെ പറഞ്ഞയക്കാൻ പോയതാ, ഇപ്പൊ വരും. ഭേദമുണ്ടോ? മരുന്ന് കഴിക്കാറുണ്ടായിരുന്നില്ലേ? 1-2 ദിവസം കഴിച്ചില്ലെന്ന് തോന്നുന്നു. അവിടെ ആവുമ്പോ നന്ദൻ ഓർമ്മിച്ചെടുത്തു തരും. ഞാൻ ഇടയ്ക്കത് മറക്കും. പതിവാ. തുടർച്ചയായിട്ട് കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതൊക്കെ അവനവൻ ഓർമ്മിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? എന്താണാവോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണേ? പൂജയും പാട്ടും എത്ര കഴിച്ചു, മരുന്ന് എത്ര കഴിച്ചു. വേണുവേട്ടൻ എന്നോട് അരിപ്പ് തോന്നുന്നുണ്ടാവും. എന്താ ഇത്? സമാധാനായിട്ടിരിക്കെ. തല ചുറ്റി വീഴാൻ പോകുമ്പോ ആരും ഇല്ലാണ്ടാവണം തോന്നുക. വേണുവേട്ടാ,
ഇങ്ങനെ ഞാൻ ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോ ഒരു 5 മിനിറ്റ് ക്ഷമിക്കോ, സഹിക്കോ, പിന്നെ ഒക്കെ ശരിയാവും. അല്ലാണ്ട് എന്നെ പിന്നെ ദേഷ്യപ്പെട്ടാല് ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല വേണ്ടാ. ഒന്നും സാരമില്ലമ്മോ, കുഴപ്പമില്ല. അട്ടപ്പാടിന്ന് ഒരു ആദിവാസി വൈദ്യൻ ഇവിടെ ക്യാമ്പുണ്ട്. അയാൾ ഒരു ഒറ്റമൂലി തന്നു. ബാർബിറ്റോൺ ഇതും കൂടി ആവുമ്പോ പച്ചമരുന്നിന് എന്തായാലും റിയാക്ഷൻ ഉണ്ടാവില്ല. ഗുണം ഉണ്ടായില്ലെങ്കിലും ദോഷം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ബാർബിറ്റോൺ നിർത്തിയോ? ഡോക്ടർ പറഞ്ഞ ഗുളിക കഴിക്കുന്നുണ്ട്. അത് ഞാൻ വൈദ്യനോടും പറഞ്ഞു. കേട്ടപ്പോ ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി. അമ്മോ, ഞാൻ ഇറങ്ങാ. ഗൗരി ഇങ്ങോട്ട് വരാൻ നിന്നതാ. ഞാനും നോക്കിട്ട് വരാന്ന് പറഞ്ഞു ഓടിപ്പോ. ആഹാ, ഇത്ര വേഗം പോവാ? നന്ദ പേടിക്കൊന്നും വേണ്ട, എനിക്കിപ്പോ ഒന്നുമില്ല, ഞാൻ ഉഷാറാ. അത് കേട്ടാ മതി എനിക്ക്. നീ എന്നാ ഇനി അങ്ങോട്ട് വരണേ? നിങ്ങൾ അങ്ങോട്ട് വന്നില്ലെങ്കിലും എനിക്ക് നിങ്ങളെ ഒന്ന് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് വരാം. അച്ഛാ. ആ, എന്നാലും എന്റെ നന്ദസാറേ, ആ ശുദ്ധഗതിക്കാരുടെ ഇതൊന്നും വേണ്ടില്ലായിരുന്നു. കല്യാണം കഴിക്കാനും പ്രസവിക്കാനും പാടില്ലാത്ത ഈ പെൺകുട്ടിയെ ആ വേണുവിന്റെ തലയിൽ കെട്ടി വെക്കേണ്ട വല്ല കാര്യം ഇനി ഉണ്ടായിരുന്നു? അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ഇങ്ങോട്ട് വാ. ആ അമ്മ പറയാനായിട്ട് നന്ദം വിഷമിക്കണ്ട. ഇടുമ്പിയാ, ഞാനോട്ട് എന്നും വഴക്കാം. ഏതായാലും മോള് കുറച്ചു ദിവസം വീട്ടിൽ വന്ന് നിൽക്ക്. ഇങ്ങോട്ട് തരൂ, ഞാൻ അരിയാം. വേണ്ട, ഞാൻ ചെയ്തോളാം. തരൂ അച്ഛാ. ആ, നീ ഈ കൈ മുറിക്കും. ഒന്നുമില്ല. ഗുളിക കഴിച്ചായിരുന്നോ? രാത്രി കഴിക്കണ്ടേ, ഇന്നലെ കഴിച്ചു. അച്ഛാ, ഞങ്ങളുടെ മുറിയുടെ മച്ചടിച്ചു വരാൻ ഒരാളെ വിളിക്കണം. അതിനെന്തിനാ ഒരാള്? നമുക്ക് തന്നെ ആയിക്കൂടെ? അയ്യോ വേണ്ട, അവിടെ നിറച്ച് പാറ്റയാ, വലുത്. ഞങ്ങളുടെ അവിടെ ഒരൊറ്റ പാറ്റയില്ല. എനിക്ക് പേടിയാ പാറ്റയെ. നിനക്ക് പേടിയില്ലാത്ത എന്താ ഉള്ളത്? ഉണ്ടല്ലോ അച്ഛൻ. അമ്മൂന് ഇതൊക്കെ അറിയുവോ? കൊറേശ്ശെ. അവിടെ വെള്ളച്ചി അതൊക്കെ ചെയ്യാ. അടിച്ചു വാരലും തുടയ്ക്കലും ഒക്കെ. അടിച്ചു വാരാത്തോണ്ടാ ഇവിടെയൊക്കെ ഇത്ര പൊടി. ഇന്ന് രാവിലെ ഞാൻ തുമ്മി തോറ്റു. പൊടി തട്ടിയാ അപ്പ തുമ്മല് വരും. എന്തോ അലർജിയാ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. അച്ഛാ, കുറച്ചു ദിവസം ഞാൻ ഞങ്ങളുടെ അവിടെ പോയി നിന്നോട്ടെ. നിങ്ങളുടെ എവിടെയോ? ഇത് പിന്നെ ആരുടെയാ? അതല്ല, അവിടെ വല്യമ്മയും വെള്ളേച്ചിയും കുട്ടിമാമയും നന്ദനെയൊക്കെ കാണാതെ എനിക്ക് എന്തോ പോലെ. അമ്മൂന് ഇവിടെ തീരെ പിടിക്കണ്ടാവില്ല അല്ലേ? ഉള്ള സൗകര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയാണ് വേണ്ടത്. തുടക്കത്തിൽ ഇത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോ ഇനി എനിക്ക് ഞങ്ങളുടെ അവിടേക്ക് പോകാനേ പറ്റില്ല? എപ്പോ വേണേലും പോകാലോ. അച്ഛാ, എന്നെ ഞങ്ങൾ കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കട്ടെ? നിന്നോളൂ, എനിക്ക് ഒരു വിരോധമില്ല. വേണോട്ടിന് വിരോധം ഉണ്ടാവും. സമ്മതിക്കില്ല. അല്ല, എനിക്ക് സമ്മതമല്ല. അച്ഛനോട് ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ എനിക്ക് സമ്മതമല്ല. അതൊട്ട് എന്നോട് പറയാൻ വേണ്ട. എന്റെ കാര്യമൊക്കെ നോക്കാൻ എനിക്കിപ്പോ ശേഷിയുണ്ട്. അതില്ലാതാവുമ്പോ മതിയല്ലോ. അച്ഛനൊന്നും പറയണ്ട. ഭാര്യയോട് താമസിക്കാൻ എന്നെ കിട്ടൊന്നുമില്ല. അങ്ങോട്ട് പോകാൻ തിടുക്കുള്ളത് ആർക്കാന്ന് വെച്ചാൽ പോവാം. ഇങ്ങനെ ദുരഭിമാനവും വെച്ച് നടക്കേണ്ട കാര്യമില്ല. അമ്മുവിന്റെ മനസമാധാനത്തിന് വേണ്ടി നിനക്കിതിന് ക്ഷമിച്ചാലെന്താ, സഹിച്ചാലെന്താ? എന്തൊക്കെ സഹിക്കണം ഞാൻ? ഇനി എന്തൊക്കെ സഹിക്കണം? ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല മോനെ. അമ്മുവിന് ടെൻഷൻ കൊടുക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ പറയണത് കേക്ക് വേണു. നിങ്ങൾ കുറച്ചു ദിവസം അവിടെ പോയി താമസിക്കും. എത്തിപ്പെടാൻ പറ്റാത്ത ദൂരത്തൊന്നും അല്ലല്ലോ. എപ്പോ വേണമെങ്കിലും ഇവിടെ വന്നു പോകാലോ. അവിടെ പോയി താമസിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതെനിക്കറിയാം, നീ അത് പറയുകയും ചെയ്തു. പക്ഷേ ഇഷ്ടമില്ലാത്ത എത്ര കാര്യങ്ങൾ ദിവസവും നമ്മൾ ചെയ്യുന്നു. ഇതിപ്പോ ഒരു ഗുണത്തിനല്ലേ ഒന്നും അല്ലെങ്കിലും.